നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിലെ ഒരു കാര്യങ്ങളിലും സന്തോഷിക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് അവർക്ക് ഒന്നിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും എത്രയൊക്കെ സ്നേഹം അവരുടെ മുന്നിലൂടെ അല്ലെങ്കിൽ അവരോട് എല്ലാവരും കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാനോ അവരുടെ ഫ്രണ്ട്സുമായിട്ട് നിന്നിട്ട് അവർക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ സമാധാനമായിട്ട് ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇത്രയും ചുറ്റിനും സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജിയാണ്. അത്രയും മിസ് ചെയ്യുന്ന ഒരു എനർജി ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുമ്പം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനോ ഏതെങ്കിലും വഴിയിൽ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ മിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരുന്നത്. അവർക്ക് നിങ്ങളെ വിളിക്കാനും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസിയിലോട്ട് അവരുടെ ചിന്തകൾ മാറുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എനർജിയിലോട്ട് മാറിയതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഫൂൾ കാർഡാണ്. ഇവിടെ ഈ റിലേഷനിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഒന്നിച്ച് തരണം ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു ഇഷ്യൂസിനെ മുഴുവൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ്. ഇവിടെ എന്തൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ വന്നാലും എത്രയ്ക്ക് ഇഷ്യൂസ് വന്നാലും അതിനെ നിങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിട്ട് ആ ഒരു മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ള രീതിയിൽ റിലേഷനെ അവർ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങൾ ഇടണം. അവരും അതുപോലെ എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുള്ള ഒരു ലെവലിലോട്ട് അവർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ജോബിൽ ഒക്കെ ഫോക്കസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ തരാൻ അവർക്ക് പറ്റി കാണില്ല. അപ്പോൾ ആ ഒരു അവരുടെ ഭാഗത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് അവർ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ഹയറോഫന്റ് എനർജിയാണ്. ഇവിടെ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻസ് തന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആവുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിലെ നന്മകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളിപ്പോൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ഒരു ക്ഷമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഈ റിലേഷനിൽ വന്നതിന് ശേഷം എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈശ്വരനോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു റിലേഷൻ കാരണം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ചിലപ്പോൾ ഈ റിലേഷനിൽ കിട്ടിയിട്ടുണ്ടാവാം. ആ ഒരു പെയിൻ കിട്ടിയതിനനുസരിച്ച് നിങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു സ്പിരിച്വലി ഉള്ള ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തോ പ്രത്യേക സന്തോഷം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു
സ്പിരിച്വലി ഉള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളാണെങ്കിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ റിലേഷനിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മുന്നോട്ട് യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുകയാണ്. എനിക്കിത് നല്ലതാണെങ്കിൽ ഈ ഒരു റിലേഷൻ എന്നിലോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഈ ഒരു നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇത് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിലായിരിക്കും യൂണിവേഴ്സ് ഈ ഒരു റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആണെങ്കിൽ ഈ റിലേഷൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരാനോ നിങ്ങളെ ഒരുപാട് സഫർ ചെയ്യിക്കാനോ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷനാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതൊരു സപ്പോർട്ടാണ്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നിങ്ങളെ ഒരുപാട് മുന്നോട്ട് നയിക്കുന്നതിന് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ തരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സ്ട്രൈവ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ട്, നിങ്ങളെ തന്നെ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഈ ഒരു റിലേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത്. ചിലർക്ക് ഈ ഒരു റിലേഷനിൽ ഒരു റീയൂണിയൻ, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട് ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രോമിസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, മുന്നോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ലൈഫ് ലോങ് ഈ ഒരു കണക്ഷനിൽ അവർ നിൽക്കും എന്നുള്ളൊരു പ്രോമിസ് അവർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്രോമിസ് അവർ പാലിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് ഏഞ്ചൽസിന്റെ നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു, വലിയ മാറ്റങ്ങൾ തന്നെ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ ഒരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ മാറിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ഇ, അശ്വതി, ജൂൺ. ലെറ്റർ യു, 1986, സെപ്റ്റംബർ, പൂരുട്ടാതി, 1988, 1991, 1989. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.